പെന്തിക്കോസ് ഉപദേശിമാര് പിശാചിന്റെ തന്ത്രങ്ങളെ ശാസിക്കുന്നു, ഭത്സിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് അങ്ങ് ചിരി വരിക. എടോ മനുഷ്യന്മാരെ, ഞങ്ങൾ പിശാചെന്ന് വിളിക്കുന്നത് പണ്ട് ഒനിഡ ടിവിയുടെ പരസ്യത്തിൽ വരുന്ന മൊട്ടത്തലേനെ അല്ല. കൊമ്പം വെച്ച് കണ്ണും തള്ളി പല്ലു ഉന്തി ഇളിച്ചോണ്ട് വരുന്നൊരു മൊട്ടത്തലേനെ അല്ല ഞങ്ങൾ പിശാചെന്ന് വിളിക്കുന്നത്. പിശാചെന്ന് പറഞ്ഞാൽ പലരുടെയും ചിന്ത അങ്ങനെ വരുന്ന ഒരുത്തനാണെന്ന. വേദപുസ്തകം പറയുന്ന പിശാചിനെ കുറിച്ച് പറയുന്നത് അവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല, ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് എന്നൊക്കെയാ പ്രയോഗങ്ങൾ. എന്ന് പറഞ്ഞാൽ അവനൊരു ആത്മാവാണ്. ഏതാത്മാവ്? ഇരുട്ടിൻ്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്. അവനാണ് പിശാച്. മനസ്സിലായോ? പിശാചെന്ന് പറഞ്ഞാൽ അങ്ങനെ സാരി ഉടുത്തും പല്ലിളിച്ചും കണ്ണും തെള്ളിയൊന്നും വരുന്ന ഐറ്റമല്ല. അവനെക്കുറിച്ച് പറയുന്ന ഒരാത്മാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കുടിയിരുന്ന സകല തിന്മകളിലേക്കും തെറ്റുകളിലേക്കും മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന ഈ അദൃശ്യ ശക്തിയുടെ പിടിയിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രായപൂർത്തിയാകാത്ത കൊച്ചു കുട്ടികളെപ്പോലും ഇവിടെ കുറ്റവാളികളാക്കി മാറ്റി ജുവൈനൽ ഹോമിലേക്ക് അയക്കുന്നതിൻ്റെ പിന്നിൽ ഈ പിശാചെന്ന് പറയുന്ന വില്ലനാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സകല കണ്ടുപിടുത്തങ്ങളും കുതിച്ചുയർന്ന് മുകളിലേക്ക് മാത്രം പോയപ്പോൾ മനുഷ്യൻ്റെ ധാർമ്മികത മാത്രം കീപ്പോട്ട് പോയി. എന്തുകൊണ്ടാ? മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറി ഉയർന്നു വന്നു. പണ്ട് കുടിലിൽ താമസിച്ചവനെന്ന് കൊട്ടാരത്തിലായി, ഒരു സൈക്കിളില്ലാത്തവനെന്ന് വലിയ കാറായി, എല്ലാ രീതിയിലും ഉയർന്നു. പക്ഷേ പണ്ട് സ്വന്തം മക്കളെങ്കിലും വെറുതെ വിടുമായിരുന്നവൻ ഇന്ന് സ്വന്തം മക്കളെ വെറുതെ വിടാത്തവനായി അധപ്പതിച്ചു. മനുഷ്യൻ്റെ ധാർമ്മികത മാത്രം തിരുത്താനുള്ള ഒരു കണ്ടുപിടുത്തവും ഇന്ന് വരെ ഇവിടെ ആരും കണ്ടുപിടിച്ചില്ല, അല്ലേ? എന്തുകൊണ്ടാണ് അതിന് കഴിയാത്തത്? ഭരണകൂടത്തിന് കഴിവില്ലാഞ്ഞിട്ടാണോ? പക്ഷേ ഇരട്ട ചങ്കുള്ള നേതാവല്ലേ ഇന്ന് കേരളം ഭരിക്കുന്നത്? എന്തുകൊണ്ടാണ് കഴിയാത്തത്? കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ കഴിയാത്തത് പിണറായി സഖാവ് കൊള്ളാത്തത് കൊണ്ടാണോ? അല്ല. ആഭ്യന്തരം ശരിയല്ലാത്തത് കൊണ്ടാണോ? അല്ല. ഇവിടെ നാട്ടിൽ ജയിലില്ലാഞ്ഞിട്ടാണോ? അല്ല. ശിക്ഷാവിധി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. കോടതി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. പിന്നെന്താ? ഈ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ ഇവിടുത്തെ ഒരൊറ്റ ഭരണകൂടത്തിനും സിസ്റ്റങ്ങൾക്കും കഴിയില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ വില്ലൻ പാപമാണ്. പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇവിടുത്തെ ഭരണഘടനയ്ക്കില്ല. ഇതൊക്കെ തലയ്ക്കകത്ത് കയറണം. പാപമെന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിന് ഒരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് എന്നേ നാട് രക്ഷിക്കായിരുന്നു. ഇനി പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് അതിനെ വേരോടെ വെട്ടിക്കളഞ്ഞ് നാട് രക്ഷിക്കായിരുന്നു. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ ഇച്ചിരി പെട്രോൾ വാങ്ങി അതിൻ്റെ പുറത്തൊഴിച്ച് കത്തിച്ച് അതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി എന്നേ നാട് രക്ഷിക്കായിരുന്നു. എന്താ പറ്റാത്തേ? അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല പാപം, വെട്ടിക്കളയാൻ കഴിയുന്ന ഒരു വൃക്ഷമല്ല പാപം, കത്തിച്ച് കളയാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പാപം. മറിച്ച് മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരുന്ന് അവൻ ആഗ്രഹിക്കാത്ത സകല തെറ്റുകളിലേക്കും സകല തിന്മകളിലേക്കും മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന ആ അദൃശ്യ ശക്തിയാണ് വിശുദ്ധ വേദപുസ്തകം പാപമെന്ന് വിളിക്കുന്നത്. സകല മനുഷ്യരിലും ഇത് പിടിമുറുക്കി. ഞാൻ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഒരു പരസ്യയോഗത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുക. മനുഷ്യൻ ആഗ്രഹിക്കാത്ത തിന്മകളിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന പാപം, ലഹരിക്കും മദ്യത്തിനും കുറ്റകൃത്യങ്ങൾക്കുമൊക്കെ മനുഷ്യൻ അറിയാതെ അടിമപ്പെട്ടു പോകുന്നത് ഈ പാപമുള്ളത് കൊണ്ടാണെന്നൊക്കെ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ ഹൈവേയിൽ, നാഷണൽ ഹൈവേയിൽ നിന്നുകൊണ്ട് ഒരു തണ്ടും തടിമുടുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അരികിലേക്ക് ഓടി വന്നു. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ യുവകോമളനായ ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ട് പറയുകയാണ്, സാറ് പറഞ്ഞത് ശരിയാ, എൻ്റെ കുടുംബം തകർത്ത ചെകുത്താനാണ് ലഹരി. ഈ മദ്യപാനം, എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞും ഇന്ന് എൻ്റെ കൂടെ ഇല്ല, അവരെന്നെ ഉപേക്ഷിച്ച് പോയി. ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ചാകാനായിട്ട് ഞാൻ അലഞ്ഞു നടക്കുമ്പോൾ നിങ്ങളെ പ്രസംഗം ഞാൻ കേട്ടതാ. ശരിക്കും ദൈവം എന്നോടാണ് സംസാരിച്ചത്. ഞാൻ ആ സഹോദരനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, എന്താ സഹോദര, എന്താ സംഭവം, എന്താ കാര്യം? ഉടനെ ആ ചെറുപ്പക്കാരൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുക, സാറേ എനിക്കൊരു ഭാര്യയുണ്ട്, 4 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, പെൺകുഞ്ഞ്, സന്തോഷമുള്ള കുടുംബം, നല്ല ഭാര്യ. പിന്നെ എന്താ പറ്റിയത്? ആ ചെറുപ്പക്കാരൻ പറയുക, ഓരോ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 4 വയസ്സുള്ള എൻ്റെ കുഞ്ഞിൻ്റെ തലയെ കൈവച്ച് ഞാൻ എൻ്റെ ഭാര്യയോട് സത്യം ചെയ്യുക, പപ്പയുടെ പൊന്നുമോളാണ്, പപ്പയുടെ ചക്കരവാവയാണ്, പപ്പ ഇനി കുടിക്കത്തില്ല, ആണയിട്ട ഇറങ്ങുന്നത്. പക്ഷേ കവലയിലോട്ട് ചെല്ലുമ്പോൾ കൂട്ടുകാർ കാത്തു നിൽക്കുക, പിരിവിടളിയാ കുപ്പിയെടുക്കാം,
അങ്ങനെ കൂട്ടുകാരുമായി കുപ്പിയെടുത്ത് അടിച്ച് വൈകിട്ട് 4 കാലം വീട്ടിൽ വരുന്ന ഞാൻ ഒരു മൃഗമാണ് സാറേ എന്ന്. പാവം എൻ്റെ ഭാര്യ ഒത്തിരി സഹിച്ചവളാ. ഞാൻ അവളെ ഉപദ്രവിക്കാറുണ്ട് സാറേ. അവൾ നിവർത്തിയില്ലാതെ വന്നപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഒടുവിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാചകമുണ്ട്, സാറേ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇടപെട്ട്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് സംസാരിച്ച് ഒരൊറ്റ പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഈ നശിച്ച കുടിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഓർക്കുന്നു കേട്ടോ, ഒരു യൗവനക്കാരനായ ചെറുപ്പക്കാരൻ കണ്ണ് നിറഞ്ഞു പറഞ്ഞ വാക്കിന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർക്കണം, നമ്മൾ പലരെയും നോക്കി ശപിക്കാറുണ്ട്. ഓ അവൻ ഭൂമിക്ക് ഭാരമാ, ഓ അവൻ നന്നാകത്തില്ല, ഓ അവൻ ഒരു കള്ളുകുടിയനാ, ഓ അവൻ ഒരു ചെകുത്താനാ എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, സകല മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ അകത്ത് ഒരു നന്മയുടെ മനസ്സുണ്ട്. ഒന്ന് നന്നാകണം, കുടുംബത്തിന് കൊള്ളാവുന്നവനാകണം, സമൂഹത്തെ കൊണ്ട് നല്ലത് പറയിക്കണം, അങ്ങനൊക്കെ ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സ് ഇവിടുത്തെ എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് അവനെ നയിക്കാൻ കഴിയാതെ ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന ആ അദൃശ്യ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളോട് വിളംബരം ചെയ്യുന്ന പാപമെന്ന് പറയുന്ന പിശാച്. ഈ പാപത്തിൻ്റെ പിടിയിലാണ് മനുഷ്യൻ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും സ്വയമേ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാ പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ച കാലങ്ങളിൽ ഇതുപോലെ പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടാതെ ജീവിച്ചവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളാരും ഇഷ്ടപ്പെട്ട് ഇവരുടെ പുറകെ ഓടിക്കൂടിയതൊന്നും അല്ല. ജീവിതം തൊലച്ച് കളഞ്ഞ, ജീവിതം തകർത്ത് കളഞ്ഞ, ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ഞാനും എൻ്റെ ഉമ്മായും 2 പെങ്ങന്മാരും കൂടെ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം തീർത്ത് കളയാമെന്ന് ചിന്തിച്ച് തകർന്നടിഞ്ഞു പോയ ഒരു കുടുംബത്തിൻ്റെ അകത്തുനിന്ന് ഈ 22 വർഷമായി അഭിമാനത്തോടെ ഇങ്ങനെ ജീവിക്കാൻ കാരണം ഈ സുവിശേഷം ഞങ്ങളുടെ കാതുകളിൽ വന്ന് പതിച്ചതാണ്.